എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് നമസ്കാരമുണ്ട്. നിങ്ങൾ കാണുന്നത് പത്തനംതിട്ട നഗരത്തിലെ കാഴ്ചകളാണ്. ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് അവിടെ കിടക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ചെറിയ ഒരു വീഡിയോ, ഒരു കുട്ടി വീഡിയോ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, അല്ലെങ്കിൽ അല്ലാതെ കാണുക, അത്രേ ഉള്ളൂ. ായിരുന്നല്ലോ റോബിൻ ബസ് കടന്ന് നമ്മളെ AR ക്യാമ്പിൽ അല്ല വണ്ടി പോകും. അവിടെ കാണാൻ ചെന്ന് പെട്ട് പോയെങ്കിൽ പിന്നെ അവിടെ തിരിക്കാൻ പോകണം. വീഡിയോ എടുക്കുന്നതിന് ചെറിയ പരിമിതികൾ ഒക്കെ ഉണ്ട്. എല്ലാവരും സദയം ക്ഷമിക്കുക. ഇന്ധനം KSRTCയുടെ വെള്ളം സർക്കാർ അനുവദിച്ചിട്ടുള്ള സമയക്രമം നിർബന്ധമായി പാലിക്കേണ്ടതാണ്. ഭയങ്കര പൊടി. ഇതാണ് പത്തനംതിട്ട ടൗൺ, അതായത് ബസ് സ്റ്റാൻഡ് ഭാഗത്തെ അവസ്ഥ ഉണ്ടോ. ഇതിലേക്ക് പോകുമെന്നൊന്നും അറിയത്തില്ല. ബസ് കിടക്കുന്നു, പോലീസുകാർ നിൽക്കുന്നു. അതിനിടയ്ക്ക് ഇവിടെ ഏതാണ്ട് പരിപാടി വരുന്നു. ശോക അവസ്ഥയാണ്. ഒക്കെ എന്ന് ശരിയാകും എന്നൊന്നും ആർക്കും അറിയത്തില്ലാണ്ടുള്ള പൊടിയെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. പൊടി പൊടി ആയതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഒരു സ്കൂട്ടറുകാരൻ കയറി. ക്രിസ്മസ് ആണ്, ന്യൂ ഇയർ ആണ്, അതിൻ്റെ ആഘോഷ കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് നാളായി വഴിക്കൂടെ വന്നിട്ട് ആരും ഇല്ല, അങ്ങനെ വരാറില്ലായിരുന്നു. ഇടയ്ക്ക് ഇവിടെ റോഡൊക്കെ പൊളിഞ്ഞ് കിടക്കുമായിരുന്നു. അതൊക്കെ എന്തോ ആയെന്നൊക്കെ നോക്കാൻ വേണ്ടി ഇല്ല വന്നതാണ്. എല്ലാം ട്രിപ്പ് അടിക്കുന്ന ജീപ്പാണ് മലയാളപ്പുഴയ്ക്ക്. ബസ് സർവീസ് ഉണ്ടെങ്കിലും ആവശ്യത്തിന് ബസ് കിട്ടാറില്ല. അതുകൊണ്ട് അവരൊക്കെ ജീപ്പുകളെ ആശ്രയിക്കുന്നുണ്ട്. പത്തനംതിട്ടയിൽ നിന്നുണ്ട്, കുമ്പഴയിൽ നിന്നുണ്ട്. ഇവിടെ ഒരു അടാറ് കുഴി ഉണ്ടായിരുന്നു, നേരത്തെ തോന്നുന്നു. അത് നേരത്തെ നമ്മുടെ വിവാദമായ പിന്നെ കുമ്പഴ പത്തനംതിട്ട റോഡാണിത്. പിന്നെ പൈപ്പ് ഇടാൻ വേണ്ടി കുഴിയെടുത്തു. പിന്നെ അത് നികത്തിയെടുക്കാൻ കുറേ നാൾ എടുത്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ
കനാൽ വന്നു എന്നൊക്കെ കേട്ടു. ഇതൊക്കെ ഉള്ളൊരു പൊക്കോളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ കനാൽ വന്നു എന്ന് കേട്ടു. അപ്പോൾ ആ കനാലൊക്കെ മാറി സംഭവങ്ങളൊക്കെ ഇങ്ങനെ സെറ്റായി. എന്നാലും ഇതിൻ്റെ തേച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കുമല്ലോ, ആ മുഴപ്പ് തന്നെ. ഒരു എന്താ പറയുന്നത്, വല്ലാത്ത റോഡ്, നല്ലതായിട്ട് കിടന്ന റോഡായിരുന്നു. അതിൻ്റെ കാര്യമില്ല, ആ നടു നോക്കിയാൽ അറിയാം. ഈ ഞാൻ വണ്ടി ഓടിക്കുന്നിടത്തെല്ലാം കുഴിയായിരുന്നു, എല്ലാം ടാർ ചെയ്ത് ഒപ്പിച്ച് വെച്ചേക്കുവാ. പമ്പിൽ ചെറിയ താമസമാണ്, അപ്പുറത്തെ പമ്പിലേക്ക്. കുലശേഖരപതി എല്ലാം കണക്കാണ് റോഡെല്ലാം. പിന്നെ മണ്ടയ്ക്കോടൊരു നല്ല ടാറിങ് വന്നായിരുന്നു. ഓക്കെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിവാദമായ ആ റോഡാണ്, എന്നുവെച്ചാൽ കുമ്പഴ പത്തനംതിട്ട റോഡ്. നടു കുഴിച്ച് നാശമാക്കി വെച്ചിട്ട് പിന്നെ ഒന്നുമില്ല, മുഴച്ച് വെച്ച ടാറിങ്. AC സ്വിച്ച് അല്ല, AC ഇല്ല, സ്വിച്ചേ ഉള്ളൂ. എല്ലാം ദൂരെ നിന്നൊക്കെ ഓടി വരുന്ന വണ്ടികളാണ്. മാറിപ്പാടെ ഞാനങ്ങ് ഹോട്ടലിൽ ഇവിടെങ്ങും വലിയ പ്രശ്നമൊന്നുമില്ല. അവിടെ വരെ അങ്ങേ ജംഗ്ഷൻ വരെയാണ് നാശമാക്കി വെച്ചത്. എല്ലാവരും നേരത്തെയൊക്കെ പെട്രോളൊക്കെ അടിച്ച് ഫില്ല് ചെയ്തോണം. 31-ാം തീയതി ഒന്നും കറങ്ങി നടക്കാൻ പോകല്ല, അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ പുറത്തിറങ്ങാവൂ. പെട്രോൾ പമ്പൊന്നും ഇല്ല. അതുകൊണ്ട് നേരത്തെ ആവശ്യമുള്ളവരൊക്കെ സ്റ്റോർ ചെയ്തോണം. എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അതിനും പോയി അടിച്ചിട്ടുണ്ട്. രാവിലെ ടൈമില്ല. അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ. ഇനി എന്തെങ്കിലുമൊക്കെ കാണിക്കാം വല്ലപ്പോഴും ഒക്കെ. ഓക്കെ.